ഇതാണ് ആ X90 എടുത്ത ഫോട്ടോ. ഇതാണ് X90 Proയിൽ എടുത്ത ഫോട്ടോ. എടാ എന്തിനാടാ ഇത് കിടില്ല കേട്ടാ. ആ ഒരു 1 ഇഞ്ച് സെൻസറിലെടുത്ത ഫോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിവോ X90യും വിവോ X90 Proയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, X90 Pro തന്നെയാണ് പൊളി. ബട്ട് ആർക്കൊക്കെ X90 എടുക്കാം, ആർക്കൊക്കെ X90 Proയുടെ ആവശ്യം വരും എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്യാമറ സെറ്റിംഗ്സ് ആൻഡ് ക്യാമറ ഡീറ്റെയിൽസ് പോകണ്ടേ. നമ്മുടെ ചാനലിൽ എപ്പോഴും ക്യാമറ സെറ്റിംഗ്സ് ഡീറ്റെയിൽസും പറഞ്ഞതിന് ശേഷമാണ് ക്വാളിറ്റിയെ പറ്റി നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിനകത്ത് പോവാം, ഇല്ലെങ്കിൽ നമ്മൾ വെയിലടിച്ച് കരിഞ്ഞു പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ തന്നെ നോക്കാം. ഇത് നമ്മുടെ X90 Pro ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു അന്യായ സാധനമാണ് ഗൈസ്. ഇതിൻ്റെ ആ ഒരു ലെതർ ഫിനിഷ് ഉണ്ടല്ലോ, ഇതാണ് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ കേസ് വാങ്ങിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിലും ഇത് ഒരു ദിവസമെങ്കിലും നമ്മൾ കേസ് ഇടാതെ യൂസ് ചെയ്താൽ നമ്മളിത് കേസ് ഇടാതെയേ യൂസ് ചെയ്യത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ലെതർ ഫിനിഷ് പക്കാ സാധനം, സെയിം സാധനം. ബട്ട് ഇതിൽ വരുമ്പോൾ ഇതൊരു ഗ്ലാസ്റ്റിക് ബോഡിയാണ്, ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക്കും അല്ല, ഒരു ഗ്ലാസ്റ്റിക് ഫീലാണ് പറഞ്ഞത്. ഇത് ഒരുമാതിരി സ്ലിപ്പറിയാണ്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഗ്ലാസ് ബോഡി ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേനെ, കുറച്ച് എക്സ്പെൻസ് ആയതിനെ പൊട്ടണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അതുപോലെ തന്നെ രണ്ട് ഫോണിലും സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാ ഇവിടെ സൈസിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. അത് അവന്മാർ അത്രയും കോൺഫിഡൻ്റ് ആയതുകൊണ്ട് അവന്മാരവിടെ കയറ്റി വെച്ചതാണ്. നമുക്ക് നോൺ പ്രോയും പ്രോയും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ലെൻസ് കുറച്ച് തള്ളി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതാ ഇവിടെ പ്രോയിലാണെങ്കിൽ ജസ്റ്റ് ഒരു തള്ളൽ ഫീൽ ചെയ്യണുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് ഒരു 8 ലെയർ കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഗ്ലാസ്സാണ് ഇതാ ഇവിടെ വരുന്നത്. അത് എന്തിനെന്ന് വെച്ചാൽ ഇതിനകത്തിരിക്കുന്ന സാധനം അറിയാമല്ലോ, 1 ഇഞ്ച് സെൻസറാണ് ഇതിനകത്തിരിക്കുന്നത്. ദ കിങ് ആണ് ക്യാമറ സെൻസറിൻ്റെ. അപ്പോൾ ആ 1 ഇഞ്ച് സെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സാധനമാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പം ഇത്രയും ഒരു ലെയർ കോട്ടിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇതിനകത്ത് ഗ്ലെയർ അടിക്കും. അപ്പോൾ ഗ്ലെയർ അടിക്കാതിരിക്കാനാണ് 8 ലെയർ കോട്ടിങ് അവർ കൊടുത്തെങ്കിൽ. ഇപ്പോൾ ഐഫോണൊക്കെ എടുത്ത് രാത്രി വീഡിയോ എടുക്കുന്ന സമയത്ത് ഗ്ലെയർ അടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ലെൻസിന് അത്രയും കട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ആ ഡയറക്റ്റ് ലൈറ്റ് അടിക്കുമ്പോൾ ഗ്ലെയർ കയറുന്നത്. ഇതിന് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. രാത്രി ഫോട്ടോഗ്രാഫിക്ക് ഇവർ രാജാവാണ് ഗൈസ്. പിന്നെ ഇവനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവന് അത്ര വലിയ കട്ടിയൊന്നുമില്ല, ഒരു നോർമൽ സാധനമാണ്. ബട്ട് ഫോട്ടോഗ്രാഫിക്ക് ഇവനും പുലി തന്നെയാണ്. എന്നിട്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് സ്വിച്ച് വരുന്നുണ്ട്, വോളിയം ഡൗൺ ആൻഡ് വോളിയം അപ്പ് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USB Type-C ആണ് വരുന്നത്. സ്പീക്കർ ഗ്രില്ല് സെയിം ആണ്, സിം ഇടാനുള്ള സ്ഥലവും സെയിം ആണ്. ടോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ. വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി. അത് പ്രോയിൽ മാത്രമല്ല ഗൈസ്, ഇവിടെ നോൺ പ്രോയിലും എഴുതിയിട്ടുണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി. ഇന്ന് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇറക്കിയ സാധനം തന്നെയാണ് ഗൈസ്. ഇത് 2022 പുറത്തിറങ്ങിയത് കൊണ്ട് 5G നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും ഗൈസ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ IP64 ആണ് നമുക്ക് നോൺ പ്രോയിൽ പറഞ്ഞത്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഇതിൽ IP68 ഉണ്ട്, അതും വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ബട്ട് ഇതിൽ വരുമ്പോൾ നമുക്ക് 1 മീറ്റർ, അതായത് 1.5 മീറ്ററോളം 30 മിനിറ്റ് വരെ ഇതിൽ നമുക്ക് വെള്ളത്തിൽ ഇടാം എന്ന് അവർ പറയുന്നുണ്ട്. എന്നും പറഞ്ഞാൽ ആരും കൊണ്ട് മുക്കാൻ നിൽക്കല്, ജസ്റ്റ് അത് പറയണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ബില്യൺ കളേഴ്സ് വരുന്ന AMOLED-ൻ്റെ 120 Hz ഡിസ്പ്ലേ ആണ് ഇതിൽ രണ്ടിലും വരുന്നത്. ഇതിൽ വരുമ്പം 1300 പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ ബ്ലാക്ക് വരുന്ന സ്ഥലത്തും HDR കോണ്ടന്റ് കാണാനും ആ ഒരു സമയത്തൊക്കെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ആ ഒരു 1300 നിറ്റ്സ് നമുക്ക് ഇതിൽ കറക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ബട്ട് ഈ ഒരു 2024 1300 നിറ്റ്സ് ഓക്കെ ആണോന്ന് ചോദിച്ചാൽ അത് അത്ര പെർഫെക്റ്റ് അല്ല. എന്നിരുന്നാലും 1300 നിറ്റ്സ് ഓക്കെ ആണ്, അത് അത്യാവശ്യം നൈസാണ്. രണ്ടിനും 453 ppi ആണ് പറഞ്ഞത്. ജസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ സാധനം, സെയിം സാധനമാണ്. രണ്ടിനും പറഞ്ഞ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഡയമൻസിറ്റിയുടെ 9200 ആണ് പറഞ്ഞത്. 128 നമുക്ക് ബേസ് പറഞ്ഞുണ്ട്. ഇതിൽ 256 തൊട്ടേ ബേസ് പറഞ്ഞുള്ളൂ. സോ ഇതിപ്പോൾ കയ്യിരിക്കണ രണ്ടും 256 ആണ്. ഫൺ ടച്ച് വോയിസ് 14 ഓപ്പൺ ബോക്സ് 13 ആയിരുന്നു. ഇതിപ്പം ഒരു പ്രാവശ്യം അപ്ഡേറ്റ് വന്ന് 14 ആയതാണ്. പ്രോപ്പർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഈ സാധനത്തിൽ. അതൊന്നുകൊണ്ട് മാത്രമാണ് ഇത് അങ്ങനെ ബാക്ക് വലിഞ്ഞ് പോകാൻ കാരണവും ഈ വിവോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. പിന്നെ ഇതിൽ നമുക്ക് വിർച്വൽ റാം ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ. ഒരു ഫീലും നമുക്കില്ല. ഇപ്പം നമുക്ക് ഈ 8ൻ്റെ കൂടെ ഒരു 8ഉം കൂടെ ഇതിനകത്ത് നിന്ന് ആഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് ഒരു ഫീലും വരാൻ പോകില്ല. ഇതാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഈ 12ൻ്റെ കൂടെ 8 ആഡ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു എക്സ്ട്രാ ഒരു സാധനവും കിട്ടാൻ പോകണില്ല. പിന്നെ ഈ ഡയമൻസിറ്റി 9200 എന്ന് പറയുന്നത് നമ്മുടെ 8th Gen 2 കോമ്പീറ്റ് ചെയ്യുമെന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഡയമൻസിറ്റി 9200 8th Gen 2 ആയിട്ടൊക്കെ ചെയ്ത് നിൽക്കുക എന്നുള്ളത്. അത് നമ്മൾ സ്നാപ്ഡ്രാഗൺ യൂസ് ചെയ്യുമ്പോൾ
നമുക്കത് മനസ്സിലാവും. നമ്മുടെ പീക്ക് യൂസിൽ എന്തായാലും നമുക്ക് അത് മനസ്സിലാവും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ ഉപയോഗിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ചാണ്. ഇതിൻ്റെ കയ്യിലിരിക്കുന്നത് 8GB 256GB ആണ്. ഇതിൽ ബേസ് 128 പറഞ്ഞുണ്ട്. എന്നാൽ പ്രോ സീരീസ് പറഞ്ഞ സമയത്ത് നമുക്ക് 256 തൊട്ടേ സ്റ്റാർട്ടിംഗ് ഉള്ളൂ. 256 8GB ഉണ്ട്, 256 12GB ഉണ്ട്, എക്സ്റ്റേണൽ അപ് ടു 8GB കൂടെ ഉണ്ട് കേട്ടോ. അതായത് 256 12GB എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിർച്വൽ റാം 8GB കൂടെ ആഡ് ആക്കാം. ഇത് എന്തുകൊണ്ട് 256GB എടുക്കണമെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ 4.0 വർണ്ണമുണ്ടെങ്കിൽ, അതായത് UFS 4.0 വർണ്ണമെന്നുണ്ടെങ്കിൽ 256GBയിലും 512 പറ്റൂ. നമുക്ക് 128ൽ റേറ്റ് കുറയുമ്പം ആ ഒരു സ്റ്റോറേജ് മാത്രമല്ല കുറയുന്നത്, അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് 3.1 എന്ന് പറയുന്നത് മാത്രമാണ് ഇതിൽ കിട്ടുന്നത്. ഇതിൽ നമുക്ക് ബേസ് 256 തൊട്ടുള്ളത് തന്നെ ആയതുകൊണ്ട് നമുക്ക് 4.0 തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അതും കൂടെ ഒരു വ്യത്യാസം ഞാൻ ഇതിൽ കണ്ടതുണ്ട്. മെയിൻ കാര്യത്തിലോട്ട് പോകുന്നത് ഫസ്റ്റ് നമുക്ക് X90യുടെ ക്യാമറ കാര്യങ്ങൾ നോക്കാം. X90 എന്ന് പറയുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ ഒരു നോർമൽ മെയിൻ ക്യാമറയാണ് പറഞ്ഞത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഓട്ടോ ഫോക്കസ്, ലേസർ ഓട്ടോ ഫോക്കസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ 50mm ഒരു ടെലിഫോട്ടോ ക്യാമറയാണ് പറഞ്ഞത്. അത് എന്ന് പറഞ്ഞാൽ 2x ഒപ്റ്റിക്കൽ സൂം, ഓട്ടോ ഫോക്കസ് കാര്യങ്ങളെല്ലാം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പറഞ്ഞാൽ 16mm പറഞ്ഞ ഒരു അൾട്രാ വൈഡ് 12 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. അതും ഓട്ടോ ഫോക്കസ് തന്നെയാണ്. അത് അടിപൊളി ഒരു കാര്യം തന്നെയാണ്. ഈ എല്ലാ ക്യാമറയിലും ഓട്ടോ ഫോക്കസ് കൊടുക്കുന്നത് സെറ്റാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആണ് ആ ഓട്ടോ ഫോക്കസ് എന്നത് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതുണ്ട്. അതേസമയത്ത് നമുക്ക് X90 പ്രോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ യവനാണ് മോനെ ഫോട്ടോഗ്രാഫിയുടെ രാജാവ്. കാരണം എന്താണ്, 50 മെഗാപിക്സലിൻ്റെ 1 ഇഞ്ച് സെൻസർ. അതാണ് ഇതിൻ്റെ ആ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത്. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ യവ കിടിലോ ആണ്, യവ ഒരു പൊളിയാണ്. നമ്മൾ S23 ഒക്കെ എടുക്കാൻ നിൽക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ സെക്കൻഡ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ചിൽ ഇത് കുറച്ച് യൂസ് ചെയ്ത സാധനമൊക്കെ കിട്ടും. അപ്പം ഫ്രഷ് അതെടുക്കണേക്കാളും സെക്കൻഡ്സ് ഇതെടുത്താൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം യവന്മാരെ ഫിൽറ്റേഴ്സും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 50mm പറഞ്ഞ ടെലിഫോട്ടോ ക്യാമറയാണ് പറഞ്ഞത്. അത് ഓട്ടോ ഫോക്കസ് ആണ്, 2x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ സാധാ 16mm 12 മെഗാപിക്സലാണ് വരുന്നത്. അത് അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടിലും പറഞ്ഞത് ഡുവൽ LED ഡുവൽ ടോൺ ഫ്ലാഷ് ആണ് പറഞ്ഞത്. ഇതാ ഇവിടെ കണ്ട ഓറഞ്ചും വൈറ്റും ആയിട്ട് നിങ്ങൾക്ക് കാണണ്ട. ഇതിൽ പറഞ്ഞതും അത് തന്നെയാണ്. അത് അത്യാവശ്യം ഒരു മറ്റേ വൈറ്റ് സാധനമല്ല. ഇതാ നിങ്ങൾക്ക് അത് ഇതിൻ്റെ ഫ്ലാഷ് എന്ന് പറഞ്ഞതാ ഇതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു ഫ്ലാഷിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പറഞ്ഞത് വീഡിയോ റെക്കോർഡിംഗ് ആണ്. 1 പ്രോയ്ക്കകത്ത് നിങ്ങൾക്ക് 1080p 3060 4K 3060 റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് വരുമ്പം 8K വീഡിയോ റെക്കോർഡിംഗ് അപ് ടു 24 FPS നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. 4K 30 ഉണ്ട്, 60 ഉണ്ട്, 1080p 30 ഉണ്ട്, 60 ഉണ്ട്. രണ്ടിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഗൈസ്. ഗൈറോ എന്ന് പറയുന്ന സാധനം ഉണ്ട്. നമ്മൾ ഇത് വെച്ചോണ്ട് ഓടയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കലിപ്പൊന്നും ഇല്ലാതെ നമുക്ക് ഇത് കിട്ടും. അത് ഒരു നല്ലൊരു കാര്യമാണ്. എന്തായാലും ഈ സാധനം കൊള്ളാം. ഈ യൗമാർ ഈ പണ്ട് മുതലേ ഈ മറ്റേ വെളുപ്പിച്ച് ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് കൊണ്ടിട്ട് താറടിച്ചുകൊണ്ടാണ് ഈ സാധനം ഇപ്പം വലിയ മൂവ്മെൻ്റ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് യൗമാർ പുതിയ പുതിയ ബ്രാൻഡ് ഉണ്ടാക്കി അതിൽ നിന്ന് പുതിയ പുതിയ ഗെയിമിംഗ് സാധനമൊക്കെ പ്രൊമോട്ട് ചെയ്യണത്. പക്ഷേ ഗെയിമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതാ ഈ സാധനം ഉണ്ടല്ലോ, ഇതിലും ഗെയിം കളിക്കാൻ വേറെ ലെവലാണ്, വേറെ ലെവൽ. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്കത് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറ എന്ന് പറയുമ്പോൾ 32 മെഗാപിക്സലിൻ്റെ ഒരു 24mm വൈഡ് ലെൻസാണ് ഇതിന് പറഞ്ഞത്. ഇതിൽ പറഞ്ഞത് 24mm അതേ വൈഡ് ലെൻസ് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് HDR റെക്കോർഡ് ചെയ്യാൻ പറ്റും. 1080p 3060 രണ്ടിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ സെയിം ആണ്. ഇതാ ഒരു ഡോട്ട് കണ്ട ക്യാമറയല്ല. അപ്പം രണ്ടും സെയിം ആണ്, ഓക്കെയാണ്, പക്കയാണ്. സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് രണ്ടിലും പറഞ്ഞത്. നമുക്ക് ഹെഡ്സെറ്റ് ജാക്ക് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 24 ബിറ്റ് പറഞ്ഞ ഹൈറസ് ഓഡിയോ നമുക്ക് ഇതിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ USB 2.0 OTG ആണ് കണക്റ്റിംഗ് പറഞ്ഞത്. ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3.2 ഉണ്ട്. കാരണം പ്രോ സീരീസ് ആണല്ലോ, പ്രോ സാധനം വേണം. അതുകൊണ്ട് അവന്മാർ 3.2 എടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് പറഞ്ഞത്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. രണ്ടിലും ഒരുപോലെയൊക്കെ തന്നെ. മെയിൻ സാധനം ബാറ്ററിയാണ്. 4810 mAh ബാറ്ററിയാണ് ഇതിനകത്ത് പറഞ്ഞത്. 4870 mAh ബാറ്ററിയാണ് പറഞ്ഞത്. ഇവർ അവകാശപ്പെടുന്നത് ഇവരുടെ 120 വാട്ട് ചാർജറിൽ, വയേർഡ് ചാർജറിൽ 50% 0 to 50% ആവാനായിട്ട് ഇവർ പറയുന്നത് വെറും 8 മിനിറ്റാണ്. റിവേഴ്സ് ചാർജ് ചെയ്യാൻ പറ്റും. വയർ കുത്തി ഈ നോൺ പ്രോ സാധനം ചാർജ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വയർലെസ് ആയിട്ട് 50 വാട്ട് വരെ നമുക്ക് ഔട്ട് കൊടുക്കാൻ പറ്റും. അതൊരു അടിപൊളി ഫീച്ചറാണ്. ഈ ഒരു ലെതർ ബാക്ക് വെച്ചിട്ട് നമുക്ക് വയർലെസ് ആയിട്ടൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത് കൊള്ളാടെ, അടിപൊളി സാധനമാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ക്യാമറ സെറ്റിങ്സ് നമുക്ക് നോക്കിയാലോ, ക്യാമറയ്ക്ക് അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. X90 പ്രോയുടെ ക്യാമറ സെറ്റിങ്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. രണ്ടും ഒരുപോലെ തന്നെയാണ്. നമുക്ക് ഡാർക്ക് മോഡ് മാറ്റാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കുമല്ലോ. നമുക്കധികം ക്യാമറ ഓപ്പൺ ആക്കാം. ക്യാമറ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്പോട്ട് മോഡുണ്ട്. ഈ സ്പോട്ട് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിനെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനാണ് ഈ സ്പോട്ട് മോഡ് വരുന്നത്. പിന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്. നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അൾട്രാ വൈഡ് 1x 2x നമുക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ പോർട്രേറ്റ് ആണ്, അതായത് സെക്കൻഡറി ലെൻസിൽ പറഞ്ഞ പോർട്രേറ്റ് ആണ്. നമ്മുടെ മെയിൻ 1 ഇഞ്ച് സെൻസറിലല്ല പോർട്രേറ്റ് എടുക്കുന്നത്, നമുക്ക് 1x 2x എടുക്കാൻ പറ്റും. ദെൻ പറഞ്ഞ ഫോട്ടോ മോഡാണ്. നമുക്ക് അൾട്രാ വൈഡ് 1x 2x എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ മോഡുണ്ട്. മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ 720 പിക്സലിൽ 3060, 1080p 3060, 4K 3060, 8K അപ് ടു 24 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ആ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. 8K എടുത്തിട്ട് എവിടെ കൊണ്ട് കാണിക്കേണ്ട, ഇതിൽ എടുത്തിട്ട് S23 അൾട്രയിൽ S24 അൾട്രയിലൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ കർവ് ഡിസ്പ്ലേയിലെ കാര്യം ഞാൻ ഓർത്തത്. നമ്മുടെ S23 അൾട്രയിൽ വരെ വന്നിട്ടുള്ള ആ ഒരു ചെറിയ കർവ് ഡിസ്പ്ലേ അല്ല, അത്യാവശ്യം താഴെ വരെ പറഞ്ഞ ഒരു കർവ് ഡിസ്പ്ലേ ആണ്. നമ്മുടെ S8 പറഞ്ഞ ആ ഒരു കർവ് ഉണ്ടല്ലോ, ആ ഒരു കർവ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം നൈസാണ്. തിരിച്ച് നമുക്ക് ക്യാമറയ്ക്കകത്ത് തന്നെ പോവാം. ക്യാമറയ്ക്കകത്ത് പോയതിനു ശേഷം നമുക്കത് പ്രോ മോഡുണ്ട്. ഈ പ്രോ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ISOയും വൈറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ദെൻ മോർ പോവുക. മോർ പോകുമ്പം ഹൈ റെസൊല്യൂഷൻ. ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു 1 ഇഞ്ച് സെൻസറിൽ എടുക്കാൻ പറ്റുന്ന ഫോട്ടോസ് ഇതിൽ നിന്നാണ് എടുക്കാനുള്ള 50 മെഗാ പിക്സൽ. അത് നമുക്ക് 2x സൂം ചെയ്യാൻ പറ്റും. 2x നമുക്ക് ഫോട്ടോ എടുക്കാം 50 MP. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോറിൽ പോകുന്ന സമയത്ത് നമുക്ക് പാനോരമ ഷൂട്ട് ചെയ്യാൻ പറ്റും. അൾട്രാ HD ഡോക്യുമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഹൈ ക്വാളിറ്റി ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. ദെൻ പറഞ്ഞാൽ സ്ലോ മോഷൻ വീഡിയോ ആണ്. സ്ലോ മോഷൻ വീഡിയോ നമുക്ക് എത്രയിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ 1080p 120, 1080p 240, 720 പിക്സലിൽ 480 FPS വരെ നമുക്ക് ഇതിനകത്ത് സ്ലോ മോഷൻ എടുക്കാൻ പറ്റും. ഈ 720 480 ഒക്കെ എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല, അത് നിങ്ങൾക്ക് നല്ല പിരിന്ന് പോകത്തേ ഉള്ളൂ. 1080p 240 ബെറ്റർ ആണ്. നമ്മുടെ S24 അൾട്രയിൽ ഇപ്പം 4K 120 വരെ നമുക്ക് എടുക്കാൻ പറ്റും. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയാൽ മതി. ഒക്കെ പോയതിനു ശേഷം മോറിൽ പോകുന്ന സമയത്ത് നമുക്ക് ടൈം ലാപ്സ് ഉണ്ട്. ടൈം ലാപ്സ് ഹൈപ്പർ ലാപ്സ് അല്ല, ടൈം ലാപ്സ് ആണ്. അത് കഴിഞ്ഞ് ലോങ് എക്സ്പോഷർ ഉണ്ട്. ലോങ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര അടിപൊളിയാണ്. ഈ യൗമാര തന്നെ കുറേ സാധനമുണ്ട്. ഫ്ലോ ദ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ നമ്മൾ ഈ റെഡ് ലൈറ്റൊക്കെ കാണുമല്ലോ, അത് നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് എടുത്താൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് മരിക്കും. അതാണ് വേറെ കേസ്. പിന്നെ മറ്റേ ചില ഫോട്ടോഗ്രാഫി വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ, ഒരു സബ്ജക്റ്റ് നിൽക്കും, ബാക്ക്ഗ്രൗണ്ടിൽ പൂത്തിരിയും കത്തിച്ചുകൊണ്ട് ഓടുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു ഫോട്ടോ കിട്ടും. ആളെ കിട്ടില്ല, പൂത്തിരി മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു സാധനമാണ് ഇതായത്. അത് കഴിഞ്ഞാൽ വാട്ടർ ഫോൾസ് എന്നുള്ള സാധനമുണ്ട്. ഐഫോണിൽ നമ്മൾ ലൈവ് ഓൺ ആക്കിയിട്ട് എടുത്തിട്ട് ലോങ് എക്സ്പോഷർ എടുക്കുമ്പോൾ ഈ വാട്ടർ ഫോൾസ് നമുക്ക് അതുപോലെ കിട്ടുന്നതാണ്. മിസ്റ്റീരിയസ് മിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ആ ഒരു മോഡാണ്. നമുക്ക് മറ്റേ നമ്മൾ ആ ക്ലൈമറ്റ് വേറൊരു രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ദെൻ അത് ബാക്ക് പോവുക. ഈ സൂപ്പർ മൂൺ എന്ന് പറഞ്ഞ മോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി അടിപൊളിയായിട്ട് ആകാശം അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ വേറെ മൂണിനൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റും. അങ്ങനത്തെ പരിപാടിയൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അസ്ട്രോ ഫോട്ടോഗ്രാഫിയാണ്. നമുക്ക് രാത്രി ഗൂഗിൾ പിക്സലിൽ നമ്മളെടുത്ത വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. അതാണ് ആ അസ്ട്രോ മോഡ് എന്ന് പറയുന്നത്. മോഡുകൾ കുറേ ഉണ്ട്. പിന്നെ യൗമാര കുറേ സൈസിൻ്റെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് കയറി നമുക്ക് മെഴുവാം. അതാണ് ഇതിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഫുഡ് മോഡുണ്ട്, AR സ്റ്റിക്കറുണ്ട്, ഡബിൾ എക്സ്പോഷർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സാധനം, അതായത് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കാണും, നമുക്ക് അതിനകത്ത് നമ്മളെ ഫ്രെയിം ചെയ്ത് കയറ്റി വെക്കാം. അതാണ് ആ സാധനമുള്ളത്. പിന്നെ ഡുവൽ വ്യൂ ഉണ്ട്, അത് അത്യാവശ്യം നൈസ് സാധനമാണ്. പിന്നെ ലൈവ് ഫോട്ടോ ഉണ്ട്. അത് ഓണാക്കിയിട്ടാൽ നമുക്ക് ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് വരെയുള്ള സാധനം, അതായത് കണ്ണടച്ചെങ്കിൽ കണ്ണടയ്ക്കാത്തത് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. പിന്നെ AI പോർട്രേറ്റ്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മോഡാണ് AI പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ 1-2 പേരിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ 1-2 പേരിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യാതെ ആ ഒരു ആൾക്കാരെ എല്ലാവരുടെയും ഫേസും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ അടിച്ച് കിടിലാക്കി വെച്ച് അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് സാധനം എടുക്കും. ഐഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് എടുത്താൽ നമുക്ക് സെൽഫിയിലാണ് കൂടുതലായിട്ട് ഐഫോണിൽ നമുക്കത് അഫക്റ്റ് ചെയ്യണത്. കാരണം പോർട്രേറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെ മാത്രമേ ഫോക്കസ് ചെയ്യൂ, ബാക്കിൽ നിൽക്കുന്ന ആളെ ഫോക്കസ് ചെയ്യത്തില്ല. അതേ സമയത്ത് ബാക്ക് ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് ഫേസിൽ ഫോക്കസ് പോവാതെ ആ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഫോക്കസ് ചെയ്തെടുക്കും. അതൊരു പോരായ്മയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഐഫോണിൽ. അപ്പോൾ ഇത് അതുകൊണ്ട് അങ്ങനെയില്ല, ഇതൊരു അടിപൊളി ഫീച്ചറാണ്. X90 നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിവോ X90 നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കുക. ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ അതിൽ കണ്ട തന്നെ സ്പോട്ട് മോഡുണ്ട്, നൈറ്റ് ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്, പ്രോ മോഡുണ്ട്, മോറുണ്ട്. മോറിനകത്ത് നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ 50 മെഗാ പിക്സൽ നമുക്ക് എടുക്കാൻ പറ്റും. ബട്ട് ദിസ് ഈസ് നോട്ട് എ 1 ഇഞ്ച് സെൻസർ. ഇത് സാധാ 50 MB മറ്റേ സാധാ ഒരു സാധനം മാത്രമാണുള്ളത്.
ഇതിൽ 1 ഇഞ്ച് സാധനമൊന്നുമില്ല. അപ്പം അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസമായിട്ട്. മറ്റേതിൽ റേറ്റ് കൂടാനും കാര്യം അത് തന്നെയാണ്. ആ ഒരു ലെൻസ്, ഹൈ ലെൻസും ബാക്കി കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് അതിൽ റേറ്റ് അത്രയും കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ വേറെ പറയാനായിട്ടൊന്നുമില്ല. നമുക്കിനി ഇത് രണ്ടിൻ്റെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്യും. ഓക്കെ ഗൈസ്, നമുക്ക് പുറത്തു നിന്നൊന്നും വീഡിയോ എടുക്കാൻ ഒരു നിവർത്തിയില്ല ഗൈസ്. എല്ലായിടത്തും അമ്പലങ്ങളിൽ ഉത്സവമായതുകൊണ്ട് നമുക്കിപ്പം ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് അമ്പലമാണ്, അവിടെയും ഉത്സവമായതുകൊണ്ട് ഇപ്പം തന്നെ പാട്ടിടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവോ X90യിലാണ്. X90യിൽ 4K 60 FPS. ഇതാണ് അതിൻ്റെ ഒരു ഓട്ടോ ഫോക്കസ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് എൻ്റെ ഫോൺ അവിടെ ഫോക്കസ് ആവുന്നു. X90 Pro ഫോക്കസ് ആവുന്നു. അവിടെ നിന്ന് ഞാൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ കുളം ഫോക്കസ് ആവുന്നു. ആ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 4K 60 FPS X90 Proയിൽ എടുക്കാൻ പോകുന്ന വീഡിയോ ആണ്. അൾട്രാ വൈഡിൽ കേട്ടോ. നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം റെക്കോർഡ് ചെയ്തിട്ട് ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതാ നമ്മുടെ X90 Proയിൽ 4K 60 FPS അൾട്രാ വൈഡിലെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് 1 ഇഞ്ച് സെൻസറിലൊന്നും അല്ല ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അത് 50 MB ഫോട്ടോ എടുക്കാൻ മാത്രമേ അതുള്ളൂ. ഇത് സാധാ ബാക്കി വീഡിയോ റെക്കോർഡിങ്ങിനുള്ള മറ്റേതിൽ കൂടെയാണ് ഇതിപ്പോൾ റെക്കോർഡാവുന്നത്. ബാക്കിലാണ് സൂര്യനുള്ളത്. ഇത് ഇങ്ങനെ തിരിയുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ആ ഒരു സൺലൈറ്റ് ഫേസിൽ അടിക്കാനില്ല, അവിടെ സൂര്യൻ അസ്തമിക്കാറായി. ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്കിനി 1080p 60 കൂടെ കാണിച്ചു തരാം. 30 നിങ്ങൾ കാണണില്ലല്ലോ, 1080p 60 പോകാം കേട്ടോ. 1080p 60 ഇപ്പോൾ അതാ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവോ X90 Proയിൽ 1080p 60യിലാണ് ഗൈസ്. ഇതിൽ നിന്ന് നമുക്ക് അൾട്രാ വൈഡിലോട്ട് ആക്കാൻ പറ്റത്തില്ല. അതിൽ നിന്നും നമുക്ക് സൂം ഇൻ ചെയ്ത് വേണമെങ്കിൽ അതിങ്ങനെ സൂം ഇൻ ആക്കാൻ പറ്റും. വീഡിയോ റെക്കോർഡിങ്ങിന് എനിക്ക് വലിയ സുഖമായിട്ട് ഇത് തോന്നുന്നില്ല. നമുക്ക് S23യുടെ വീഡിയോ റെക്കോർഡിങ് തന്നെയാണ് ബെസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പം കളർ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് ആ ഒരു പച്ചപ്പ് കാര്യങ്ങളെല്ലാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പച്ച എന്ന് പറഞ്ഞാൽ X90യിൽ 4K 60 FPS ആണ്. കാണുന്നത് X90 Proയിൽ 4K 60 FPS ആണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ മതി. റെക്കോർഡ് ചെയ്യുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഫേസിൽ X90 Proയിൽ ഫ്രണ്ട് ക്യാമിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൾട്രാ വൈഡിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. 1xൽ നിന്ന് നമുക്ക് സൂമിനെ എടുത്ത് നമുക്ക് 2x വരെ ഫ്രണ്ട് ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റും. മൈക്കും ഇപ്പം X90 Proയുടെ തന്നെയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്കാണ് ഈ സാധനം മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഫോട്ടോസും കൂടെ എടുത്ത് നോക്കിയാലോ ഗൈസ്. അപ്പോൾ നമുക്ക് X9ലും X90 Proയിലും ഫോട്ടോ എടുത്ത് നോക്കാം. ഇതിപ്പം ഫുൾ ബ്രൈറ്റ്നസ് ആണ് രണ്ടും. നമുക്ക് ഒരേ സബ്ജക്റ്റ് തന്നെ ആദ്യം X90യിൽ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കാം. X90 Proയിൽ അതേ സബ്ജക്റ്റ് തന്നെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫോട്ടോ എടുക്കാം. X90 Proയിലെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മോനെ ഒരു രക്ഷയില്ല. ഞാൻ അതിൻ്റെ റിസൾട്ട് കൊടുത്തേക്കാം. സൂം ഇൻ ചെയ്യുമ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞത്. ഇത് സൂം ഇൻ ചെയ്യുമ്പം എൻ്റെ മോനെ കിട്ടില്ല. X90 Pro പൊളി. അപ്പോൾ അതിനുശേഷം നമുക്ക് അൾട്രാ വൈഡിൽ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം. അൾട്രാ വൈഡിൽ അതേ സബ്ജക്റ്റിന് നമുക്ക് ഫോട്ടോ എടുക്കാം. അതിൻ്റെ റിസൾട്ട് ഞാൻ കൊടുത്തേക്കാം. 2xലും നമുക്ക് ഒരേ സബ്ജക്റ്റ് തന്നെ ഒന്ന് ഫോട്ടോ എടുക്കാം. പ്രോയിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാം. നോൺ പ്രോയിൽ നമുക്ക് അത് തന്നെ ഒന്ന് 2xൽ ഫോട്ടോ എടുക്കാം. ബട്ട് അത് ഫോക്കസ് ആവാൻ ഇച്ചിരി പാടുണ്ട്. ഇതാണ് ആ X90യിൽ എടുത്ത ഫോട്ടോ. ഇതാണ് X90 Proയിൽ എടുത്ത ഫോട്ടോ. എന്തിനാടാ ഇത് കിടില്ല കേട്ടാ. നമുക്കിനി ഇതിൻ്റെ 1 ഇഞ്ച് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. മോറ് പോയിട്ട് ഹൈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം, ആ ഒരു ഹൈ റെസൊല്യൂഷൻ എടുത്ത 50 മെഗാ-പിക്സലിൻ്റെ 1 ഇഞ്ച് സെൻസർ നമുക്ക് ഓൺ ആയിട്ടുണ്ട്. നമുക്കിതാ ഈ റെഡ് നമുക്ക് നോക്കാം. ഈ റെഡ് തൊട്ടാവാടിയുടെ പൂവ് നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് നോ ഷട്ടർ ലാഗ് ക്ലിക്ക് ചെയ്ത് നമുക്കിതാ ആ ഒരു 1 ഇഞ്ച് സെൻസറിലെടുത്ത ഫോട്ടോ നമുക്കിതാ ഈ ഒരു ഇതും കൂടെ എടുത്ത് കാണിച്ചു തരാം. ഹൈ റെസൊല്യൂഷൻ എന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുക്കുന്ന സമയത്ത് 1 ഇഞ്ച് സെൻസറിലെടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. നമുക്കിനി 1 ഇഞ്ച് സെൻസറിലെ 2xൽ നമുക്കൊന്ന് എടുത്താലോ. 50 മെഗാ-പിക്സലിൽ നമുക്ക് പതുക്കെ ഇറങ്ങി പോവാം. ചിറക്കി വെള്ളത്തിൽ പോയി എല്ലാം എണ്ണം വെള്ളത്തിൽ തന്നെ. അതിങ്ങനെ പോയി നിന്നതിന് ശേഷം നമുക്ക് ക്ലോസ് പോയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുക. ആ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ മോനെ കിടില ഫോട്ടോ കേട്ടോ. അതാണ് ആ ഒരു 1 ഇഞ്ച് സെൻസറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഫോട്ടോഗ്രാഫിക്ക് ഇതെന്ന് പറഞ്ഞാൽ പൊളിച്ച് കേട്ടോ. കിടിലോസ്കി ഫോട്ടോ. തന്നെ ഇതിന് പോർട്രേറ്റ് വരും. പോർട്രേറ്റ് എന്ന് പറയുമ്പം നമുക്ക് പോർട്രേറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഹ്യൂമൻ സബ്ജക്റ്റ് തിരിഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. 2xലൊരു ഫോട്ടോ എടുത്ത് 1xൽ ഒരു ഫോട്ടോ എടുത്ത് അവനറിയാതെ അവൻ്റെ ഓടം പോർട്രേറ്റ് കിടിലോടെ. നീ നില്ലേ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. പോർട്രേറ്റ് 2x ആക്കി ഗൈസ്. പോർട്രേറ്റ് 2xൽ
ഇതിങ്ങനെ വെച്ചിട്ട് ഓട്ടോ ഫോക്കസ് ആണ് ഫേസിൽ. ഇതാ ഓട്ടോമാറ്റിക്കലി ഫോക്കസായി. എന്നാലും ഞാനൊന്ന് കൊടുത്തു ഫോട്ടോയിൽ. ടാപ്പ് ചെയ്ത് ഷെടാ നോക്കടേ. എൻ്റെ മോനെ കിടിലോടായി. എത്രടേ ഇത്? 1x നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാം. 1x ഒരു മിനിറ്റ്. ഇതാ ഫോക്കസ് കൊടുത്തു. ഷെടാ ഭയങ്കര കിടില സാധനമല്ലേ? ആ ഒരു ഒഴുക്കം നോക്ക്. സെറ്റ് കിടിലം. ഇപ്പം പോർട്രേറ്റ് അതാണ്. പിന്നെ നൈറ്റ് മോഡിന് ഇപ്പം നൈറ്റ് ആവും. അത് നമുക്ക് പിന്നീട് ഷോർട്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് വിവോ X90 പ്രോയുടെയും വിവോ X90 ആശാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഫോട്ടോഗ്രാഫിയാണ് മെയിൻ. S23 എടുത്താൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊരു സാധനം ഒരു ഒന്നൊന്നര സാധനമാണ്. നിങ്ങൾക്ക് ലെസ് യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ സെക്കൻഡ്സ് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പൊളി സാധനമാണ്. ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പൊളിക്കാം. കാരണം ഇതിൻ്റെ പോർട്രേറ്റിനകത്ത് കുറേ അധികം ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് എല്ലാം കൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കത് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാം. സാധനം കൊള്ളാടെ, കിടില ലെതർ ഫിനിഷ്. അപ്പം വേറെ ആരെങ്കിലും ഫോൺ വേണമെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്, നമുക്കത് ചെയ്യാം. ഓക്കെ.